ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ട്രെയിൻ തീംഡ് റെസ്റ്റോറൻറ്റിലേക്ക് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് അമ്പാലയ്ക്കടുത്ത് അമ്പാല സിറ്റിയിലാണ് ഈ ട്രെയിൻ തീംഡ് റെസ്റ്റോറൻ്റ് ഉള്ളത്. അപ്പോൾ നേരത്തെ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് അവിടുത്തെ ആംബിയൻസും ഫുഡും ഒക്കെ ഇഷ്ടമായി. അപ്പോൾ അത് കാരണം ഒന്നും കൂടി വന്നതാണ്. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇത് റോയൽ ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ട്രെയിൻ തീംഡ് റെസ്റ്റോറൻ്റാണ് അമ്പാല സിറ്റിയിലുള്ളത്. അപ്പോൾ ട്രെയിൻ തീംഡ് റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ നമുക്കൊരു റെയിൽവേ സ്റ്റേഷൻ്റെ പോലെ തോന്നും. പിന്നെ എല്ലാ ടേബിളും ഓരോ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് വെച്ച് ആണ് നെയിം ചെയ്തിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ വാളിലൊക്കെ അത് ഇന്ത്യൻ റെയിൽവേയുടെ ഹിസ്റ്ററിയും പിന്നെ റെയിൽവേയുടെ പടങ്ങളൊക്കെ ആലേഖനം ചെയ്ത സ്റ്റാമ്പിൻ്റെ കാര്യങ്ങളും അങ്ങനത്തെ കുറേ ഡീറ്റെയിൽസൊക്കെയാണ് വാളിലൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു നോർമൽ റെസ്റ്റോറൻറ്റിൻ്റെ ആംബിയൻസ് അല്ല, നമുക്ക് കുറച്ചിങ്ങനെ ട്രെയിൻ ഇന്തൂസിയാസ്റ്റ് ആയിട്ടുള്ളവർക്കൊക്കെ പറ്റിയ ഒരു റെസ്റ്റോറൻ്റാണ് ഈ ട്രെയിൻ തീംഡ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇവിടെ ഓരോ ടേബിളിലേക്കും ട്രാക്ക് കാണുന്നില്ലേ, അപ്പോൾ ആ ട്രാക്കിൽ ഒരു കുഞ്ഞു ട്രെയിനിൻ്റെ മിനിയേച്ചർ മോഡലിലാണ് നമുക്ക് ഫുഡ് സെർവ് ചെയ്യുക. എക്സെപ്റ്റ് ഡെസേർട്ട്സ് മാത്രം ഇവർ കൊണ്ടുവന്ന് തരും. ബാക്കി എല്ലാ ഫുഡ് ഐറ്റംസും സെർവ് ചെയ്യുന്നത് ട്രെയിനിൻ്റെ മിനിയേച്ചർ മോഡലിലാണ്. അപ്പോൾ ഇവിടുത്തെ എല്ലാ ടേബിളും ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, ഓരോ റെയിൽവേ സ്റ്റേഷൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ലുധിയാന, അംബാല, ലക്നൗ, ന്യൂഡൽഹി, സിലിഗുരി, ഗാന്ധിനഗർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടേബിളാണ്. അപ്പോൾ ഹനി ലക്നൗ എന്നുള്ള ടേബിളാണ് ചൂസ് ചെയ്തത്, അവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ മൊത്തത്തിലുള്ള ആംബിയൻസ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഫുഡ് സെർവ് ചെയ്യുന്നതെന്നും ട്രെയിൻ എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ ഉള്ളത് കാണാം. അപ്പോൾ ആദ്യം ഇവർ നമ്മൾ ഒരു ടേബിൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തേക്കൊരു ട്രയലായിട്ടൊരു ട്രെയിൻ വരും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെയാണ് ഫുഡ് വരുന്നത്. കണ്ടില്ലേ, വാളിലൊക്കെ നമുക്ക് ഓരോ കോഡ്സും പിന്നെ റെയിൽവേനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ഇതിപ്പോൾ ഇന്ത്യൻ റെയിൽവേൻ്റെ ബോംബെ പൂന റൂട്ടിനെ കുറിച്ചുള്ള ഒരു കുഞ്ഞ് തിമാറ്റിക് പിക്ചറൈസേഷനാണ്. അതേപോലെ തന്നെ അതേ സ്റ്റാമ്പിൽ, അതായത് ഇന്ത്യയുടെ പോസ്റ്റൽ സ്റ്റാമ്പിൽ ഇന്ത്യൻ റെയിൽവേനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു പിക്ചറൈസേഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് വേറൊരു സ്റ്റാമ്പാണ്. അത് ആദ്യകാലത്തെ ട്രെയിനിൻ്റെ നമ്മുടെ ആവി എഞ്ചിൻ എന്നൊക്കെ പറയില്ലേ, അതാണത്. നമ്മുടെ സാമ്പിൾ ട്രെയിൻ വരുന്നുണ്ട്. ഇല്ല, നീ വരില്ല. അങ്ങോട്ട് പോയത് കിച്ചണിലേക്ക് കണ്ടോ അവിടെ. പക്ഷെ അന്ന് നമ്മൾ വന്നപ്പോൾ നിറയെ ആൾക്കാരുണ്ടായിരുന്നു. ഇതാണ് ദി റോയൽ ജംഗ്ഷൻ ട്രെയിൻ റെസ്റ്റോറൻറ്റിൻ്റെ മെനു ഇതിപ്പോൾ ഇരിക്കുന്നത് ട്രെയിനിൻ്റെ എഞ്ചിൻ്റെ മോഡലാണ്. ഇതൊരു പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ്. നമുക്ക് നോൺ വെജ് ഓപ്ഷൻസ് അവൈലബിൾ അല്ല, പക്ഷേ ഫുഡൊക്കെ നല്ല ടേസ്റ്റി ഫുഡാണ്. വെജ് ആണെങ്കിൽ കൂടിയും വെജിൽ തന്നെ നിറയെ ഓപ്ഷൻസ് അവൈലബിളുമാണ്. അപ്പോൾ ഞങ്ങൾ എന്താ ഓർഡർ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ നോക്കുകയാണ്. അപ്പം ഞങ്ങൾ സ്റ്റാർട്ടറായിട്ട് അങ്ങനെ ഒന്നും ഓർഡർ ചെയ്തില്ല. പിന്നെ ഒരു സൂപ്പ് മാത്രം ഓർഡർ ചെയ്തു, വെജ് മാഞ്ചോ സൂപ്പ്. പിന്നെ ഒരു ബട്ടർ നാനും പിന്നെ സോയ ടിക്ക മസാലയും. ഇത്രയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഞങ്ങൾ ആക്ച്വലി വന്നത് കുറച്ച് നേരത്തെയാണ്, 7:30 അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ വന്നു. അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഇപ്പോൾ തിരക്ക് കുറവായിരുന്നു. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു 8 മണിക്ക് ശേഷം വന്നപ്പോഴത്തേക്കും നല്ല തിരക്കായിരുന്നു ഇവിടെ. നമ്മുടെ ട്രെയിൻ വന്നു വിത്ത് സൂപ്പ്. സൂപ്പ് എടുക്കുക കണ്ണ. താങ്ക് യു. ദിസ് ഇസ് വെജ് മാഞ്ചോ സൂപ്പ്.
തിരിച്ചു പോകുന്നു. സൂപ്പ് തന്നിട്ട് ഇനി മെയിൻ കോഴ്സും കൊണ്ട് വരും അല്ലേ? ഇവിടെ അവർ കൊണ്ട് തന്നു. ട്രെയിനിൽ മെയിൻ കോഴ്സ് വരും. അച്ചാർ, മിക്സഡ് അച്ചാർ, അണിയൻ ആൻഡ് ബീട്രൂട്ട് ആൻഡ് വിനാഗിരി, ചട്നി. എടുത്തോ. ഇത് അതെടുത്തടാ. കുഞ്ഞെടുത്താ താഴ്പോ. ആ താങ്ക് യു. അത് തരാം. റൈസ് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. ഓക്കെ. യെസ്, നാനും പിന്നെന്തായിരുന്നു നമ്മുടെ സോയ ടിക്ക മസാല. എങ്ങനെയുണ്ട് ഹനി? നല്ലതാണോ? സോയ ടിക്ക മസാലയൊക്കെ നല്ലതാണോ? കൊള്ളാം. ഇനി ഹനീൻ്റെ ഒരു ഡബിൾ സ്കൂപ്പ് ഐസ്ക്രീമും കൂടി വരാനുണ്ടല്ലേ? അത് ട്രെയിനിൽ വരുമോ ആൻറ്റി കൊണ്ടുവരുമോ നോക്കാം. ഇപ്രാവശ്യം ആൻറ്റിയാണുള്ളത്. താങ്ക് യു. അങ്ങനെ ഹനീൻ്റെ സ്ട്രോബെറി വനില ഐസ്ക്രീം, അതിന് മുകളിൽ ഒരു ചോക്ലേറ്റിൻ്റെ സിറപ്പ് ഉണ്ട്. How's it? Nice. स्ट्रॉबेरी एक बार टेस्ट करके देखो. बहुत सारी चीज है अभी एक एक निकल के आ रहा है ना. बहुत सारी चीज है अभी. इतना अच्छा കൊടുത്തേ. किसी को पता नहीं है കേട്ടോ. अभी टेस्टिंग में पता चल रहा है. दूर रह के टेस्ट ചെയ്യാനോ കഴിക്കാനോ അച്ഛൻ്റെ ഇഷ്ടം പോലെ. बहुत सारी चीज आपको पता है. കൊടുക്കണേ. 2 किलोमीटर में भी रखो. स्ट्रॉबेरी ഒരു സ്പൂൺ ടേസ്റ്റ് ചെയ്ത് നോക്കൂ. How's it? अस्यूम करेगा सिस्टम. गुड. डाला हुआ तो फिर कितना भी रखो അത് പണ്ടത്തെ ട്രെയിനാണ് കണ്ടോ. 150 years ഓഫ് ഇന്ത്യൻ റെയിൽവേ ആണ് കണ്ടോ. ഇത് അത് 1853 ഫസ്റ്റ് ട്രെയിൻ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് പോകണം. അപ്പോൾ ഫുഡ് നല്ലതായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും നല്ല ഫുഡായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ സെയിം ടേസ്റ്റൊക്കെ തന്നെയായിരുന്നു ഇപ്രാവശ്യം. നല്ലതായിരുന്നു. അങ്ങനെ ഞങ്ങളത് ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തിറങ്ങി. ഇപ്പോൾ ഈ കാണുന്നത് രാജാ അഗ്രസേൻ ചൗക്കാണ്. ഇപ്പോൾ ഹരിയാനയിലത്തെ നേരത്തെ രാജാവായിരുന്ന രാജാ അഗ്രസേൻ്റെ പ്രതിമയുണ്ട്. അപ്പോൾ ആ രാജാ അഗ്രസേൻ ചൗക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് റോഡിൻ്റെ ഇപ്പുറത്തായിട്ടാണ് ഈ ട്രെയിൻ റെസ്റ്റോറൻറ്റ് വരുന്നത്. ഇവിടെ അതെ ഷുഗർ ഡാഡി എന്ന് പറഞ്ഞിട്ട് ഒരു ഐസ്ക്രീം കടയും കൂടെ ഉണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടതിന് നന്ദി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.